ഈ അൾത്താരയിൽ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ അമ്മ, പരിശുദ്ധ അമ്മയോടും തിരുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മമത ഷിജു. ഇതെൻ്റെ കൂട്ടുകാരത്തി സരസ്വതി രാജീവ്. ഇതെൻ്റെ മകള് അമൃത ഷിജു. ഞങ്ങൾ വരുന്നത് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. കൃപാസനത്തിൽ പറ്റി കേട്ടത് ഞാൻ എൻ്റെ കൂട്ടുകാരത്തി വഴിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ 2021 ഞാൻ ഇവിടെ വന്നു പോയത്. ഉടമ്പടി എടുത്തത് ഞാൻ 2024 ഞാൻ എൻ്റെ മകളുടെ ഒരു സർജറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് സ്പൈനൽ കോഡിലൊരു മുഴയുണ്ടായിരുന്നു 2024. അപ്പോൾ നമ്മളുടെ കൊറോണ സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ പുറത്തു നിന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയായിരുന്നു. അതിൻ്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ എൻ്റെ മോളുടെ സർജറി ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മയുടെയും ഈശോപ്പയുടെയും കൈകളിലൂടെ അത് നടത്തി തന്ന്. പിന്നെ എൻ്റെ കുഞ്ഞിന് സ്പൈനൽ കോഡിൽ മുഴ ആയിരുന്നു. അത് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ തളർച്ച ബാധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ എൻ്റെ അമ്മയും അപ്പയും കൂടി ആ സർജറി നടത്തി തന്ന്. അതിന് ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയണം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് 2024 ജൂൺ മാസം 3-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ കുഞ്ഞിന് രണ്ടാമതും അവിടെ തന്നെ വീണ്ടും ഒരു മഴ വരികയുണ്ടായിരുന്നു. അപ്പോൾ സർജറി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയും കൂടി വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായിരുന്നു. രണ്ടാം സർജറിക്ക് മുമ്പ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ബ്ലെസ്സിങ് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. സൈത്ത് ദേശിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മകളെ ഞാൻ സർജറിക്ക് കൊണ്ടുപോയത്. ആ സർജറിയിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അവർ പറഞ്ഞത് രണ്ടാമത്തെ സർജറിയും ചെയ്യണത് കൊണ്ടിട്ട് ഒരു സൈഡ് തടന്നു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ യാതൊരു കുഴപ്പവും കൂടാതെ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്ന് എൻ്റെ അമ്മ മാതാവിശയും കൂടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകളുടെ നെറ്റിയിലും നാവിലും പിന്നെ സ്പൈനൽ കോഡ് സർജറി ചെയ്ത സ്ഥലത്തും കയ്യിലും കാലിലും എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാനത് പ്രാർത്ഥിച്ച് തൈലം പൂശി കൊടുക്കുന്നത്. അതിപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സർജറിക്ക് ശേഷം അവർ പിന്നെ ഞങ്ങളോട് പറഞ്ഞ് 3 മാസമാകുമ്പോഴത്തേക്കും റേഡിയേഷൻ ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ കഴുത്തിൽ കോളർ ഇടുകയുണ്ടായിരുന്നു ആദ്യത്തെ സർജറിക്ക്. സ്പൈനൽ കോഡിൻ്റെ അവിടെ നമുക്ക് 2 സ്ഥലത്തായിട്ട് 2 സ്റ്റീലിൻ്റെ ഇത് ഇടേണ്ടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് കോളർ ഞങ്ങൾക്ക് 2 മാസം ഇടണമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും അത് ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾ കഴിഞ്ഞ് പിന്നത്തെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് കോളർ ഇടണ്ട, അത് മാറ്റിക്കോളാൻ പറഞ്ഞ്. അതും ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ സർജറിക്കും ഇതേപോലെ അവർ പറഞ്ഞത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തളർച്ചയുണ്ടാകും. പിന്നെ നമ്മൾക്ക് രണ്ടാമത് ചെയ്യണോണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തൊടയുടെ അവിടെ നിന്ന് നമുക്ക് എടുത്ത് വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ തന്നെ എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3-ാം മാസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് റേഡിയേഷൻ ചെയ്ത് ഇനി അഥവാ അവിടെ വരികയാണെങ്കിൽ റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസം കഴിഞ്ഞ് ഞങ്ങളോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തത് വൈക്കം ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലാണ് എൻ്റെ മോൾക്ക് സർജറി ചെയ്തത്. റേഡിയേഷൻ ഞങ്ങൾ ചെന്ന് അപ്പോൾ അവിടെ ഞങ്ങളോട് പറഞ്ഞത്, അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് ചെയ്തപ്പോഴത്തേക്കും അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും 6 മാസം കഴിയുമ്പോൾ ചെക്കപ്പ് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. 6 മാസത്തിലും ഞങ്ങൾ പോയി ചെയ്തായിരുന്നു. ഇപ്പം നമ്മൾ 1 വർഷം കഴിഞ്ഞ മാസം ഞങ്ങൾ പോയി 23-ാം തീയതി ചെയ്ത് അതിലും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞ് എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം തന്ന ഈശോയ്ക്കും അപ്പായിക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സൗഖ്യം തന്നത്. പിന്നെ എനിക്ക്
എൻ്റെ മകളുടെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ മകൾക്ക് രണ്ടാമത്തെ സർജറിക്ക് മുമ്പായിട്ട് ഒരു കല്യാണക്കാര്യം വരികയും ഞങ്ങൾ 2 സർജറി ചെയ്തതാണെന്ന് പറയുകയും ചെയ്ത് അവർക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളുടെ കല്യാണം ആഗസ്റ്റ് 17-ാം തീയതി അമ്മ മാതാവ് അത് സാധിച്ചു തന്നു. എല്ലാം മംഗളമാക്കി തന്നു. എൻ്റെ മകളിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇരിക്കുന്നു. അതിനും ഞാൻ എൻ്റെ ഈശോപ്പയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ജോലി സ്ഥലത്ത് പിന്നെ പ്രശ്നങ്ങളായിരുന്നു. 3 മാസമായിട്ട് എനിക്ക് അവിടെ സ്റ്റോക്ക് വരാതിരിക്കുകയും പിന്നെ സെയിൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഇതായിട്ട് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് സ്റ്റോക്ക് വരികയും സെയിൽ തരികയും ചെയ്ത് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിക്കുകയും ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ നേവൽ ബേസിലാണ് ജോലി ചെയ്യുന്നത് സെയിൽസ് ഗേളായിട്ട്, അവിടെ ഞങ്ങൾ പത്രം കൊണ്ടുവരാൻ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോട് വാങ്ങിക്കുകയും എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കൂടിയാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ കൂട്ടുകാരത്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത് തന്നെ. അപ്പോൾ അതിന് ഞാൻ കൂട്ടുകാരത്തിനോട് നന്ദി പറയുന്നു. ഈ കൂട്ടുകാരത്തി കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്തത് പിന്നെ സ്നേഹഭവനിൽ ഞങ്ങൾ അവിടുത്തെ പിള്ളേർക്ക് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ബിസ്ക്കറ്റ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. പിന്നെ ഞങ്ങളിപ്പോൾ സാമരിയായിൽ ഞങ്ങളുടെ കുമ്പളങ്ങിയിൽ ഹോൾഡേജ് ഹോമിൽ 17 അമ്മമാരും അപ്പച്ചന്മാരും താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയോടുകൂടി ഞങ്ങളുടെ അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ 3-4 പേര് കൂടിയിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കൊത്തളങ്കോ പള്ളൂരുത്തി കൊത്തളങ്കോയിൽ ഞങ്ങൾ പോകാറുണ്ട്. അവിടെയും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ അവിടുത്തെ പിള്ളേർക്ക് ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് വാരി കൊടുക്കുകയും അവരുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തിരിച്ചു പോരുകയും ചെയ്യും. ഞങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസമാണ് അവധി കിട്ടുന്നത്. അന്നേരമാണ് ഞങ്ങൾ പോണത്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും രാവിലെ 5:30 കൂടാറുണ്ട്. പിന്നെ സമ്പൂർണ്ണ ജപമാല എല്ലാ ദിവസവും ഞാൻ ചെല്ലാറുണ്ട്. ഞാൻ എൻ്റെ മകളുടെ സർജറിയുടെ സമയത്താണ് സമ്പൂർണ്ണ ജപമാല പഠിച്ചത്. ഞാനൊരു ഹിന്ദുവാണ്. പിന്നെ പഠിച്ചത് അന്നേരം സർജറി സമയത്ത് 8 മണിക്കൂർ നീണ്ടു നിന്ന സർജറി ആയിരുന്നു. കൊറോണ സമയമായത് കൊണ്ടിട്ട് ആരും തന്നെ എൻ്റെ കൂടെ അതിൻ്റെ അകത്തില്ലായിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ കൊന്തയും ജപമാലയുമായിരുന്നു. സർജറി കഴിയുമ്പോൾ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത് തന്നെ. ബൈബിള് വായന ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം കിട്ടും. ആ സമയത്ത് ഞങ്ങളെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ബൈബിള് വായിക്കും. ബൈബിള് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. അതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൈലമല്ല ഉപ്പും തേനും ഞങ്ങൾ കാശ് രൂപവും ഞങ്ങൾ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുകൊണ്ട് പോയിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരത്തിയും കൂടിയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കുന്നത്. എല്ലാ മാസവും ഞങ്ങൾ വരണതും 2 പേരും കൂടിയാണ്. ഉടമ്പടി പുതുക്കാൻ വരുന്നതും ഞങ്ങൾ 2 പേരും കൂടിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ മകളുടെ കല്യാണം 17-ാം തീയതി 7 എന്നൊരു ദിവസം തന്നത് എൻ്റെ അമ്മ മാതാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഉടമ്പടിയിൽ വെച്ച കാര്യമായിരുന്നു. അമ്മ തരണം എനിക്കൊരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്തത് ആഗസ്റ്റ് 17-ാം തീയതി ആയിരുന്നു. അതിൽ 7 എന്നൊരു അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹത്താലാണ് എൻ്റെ മകളുടെ കല്യാണവും നടത്തി തന്നത്. അതിന് ഞാൻ എൻ്റെ തിരുകുമാരനോടും അമ്മയോടും കോടാനുകോടി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് വെച്ചും പ്രാർത്ഥിക്കാറുണ്ട്.
പിന്നെ എല്ലാം തന്ന് അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഇതെൻ്റെ കൂട്ടുകാരത്തിയാണ്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും തന്ന അമ്മയ്ക്കും അപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 63-ാം അധ്യായം 9-ാം വചനമാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ രോഗസൗഖ്യം. പിന്നീട് ഈ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ഒരു വിവാഹത്തിന് നമുക്കറിയാം, ഒരു കൊച്ചു കൊച്ചു കാര്യം മതി ഒരു വിവാഹം തടസ്സമായി പോകാനായിട്ട്, മാറിപ്പോകുവാൻ. പക്ഷേ ഈ മകളുടെ കാര്യം രണ്ടാമത്തെ സർജറി ഫിക്സ് ചെയ്തപ്പോഴാണ് ഈ മകളുടെ വിവാഹം വരുന്നത്. അതും സമയചുരുക്കത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ സർജറി കഴിഞ്ഞെങ്കിലും എല്ലാം അറിയാവുന്ന ആ കുടുംബം ഈ മകളെ അക്സെപ്റ്റ് ചെയ്ത് വിവാഹം നടക്കാൻ സാധിച്ചു. ഇപ്പോൾ ആ മകന് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാം അറിയാവുന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടെ നിൽക്കുന്ന, കാത്തുപരിപാലിക്കുന്ന ദൈവം നമ്മുടെ വിശ്വസ്തത മാത്രമേ നോക്കുന്നുള്ളൂ. വിശ്വാസവും വിശ്വസ്തതയും ആത്മാർത്ഥതയും ഉടമ്പടിയിലുണ്ടെങ്കിൽ എന്ത് സാഹചര്യമായാലും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഈ മകളുടെ ആ സർജറിയുടെ സമയത്ത്, ട്രീറ്റ്മെൻറ്റിന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു, എന്ത് വേണമെങ്കിലും സംഭവിക്കാൻ, സെക്കൻഡ് സർജറി. ആ സമയത്താണ് വിവാഹത്തിൻ്റെ ആലോചനയുമായിട്ട് ഈ കുടുംബം വരുന്നതും വിവാഹം നടത്തുന്നതും. നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് തന്നെ വിവാഹം നടന്നു. ഓഗസ്റ്റ് 17. ഈ അമ്മ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 17 7 എന്ന അക്കം നമ്മുടെ മക്കൾക്കെല്ലാം ഒരു പ്രാധാന്യമുണ്ട്. കാരണം ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനം അമ്മ ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ 7 എന്ന നമ്പർ പലപ്പോഴും പല സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ട്. അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ ഒരു അടയാളമുണ്ട് എന്ന്. അങ്ങനെയാണ് ഈ മകളുടെ വിവാഹം നടന്നത്. പിന്നീട് ഈ മകൾക്ക് ജോലി സ്ഥലത്ത് സാലറി എല്ലാം കൊടുക്കുമായിരുന്നു ടൈം ടു ടൈം. പക്ഷേങ്കിൽ ഈ മകളുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമായിരുന്നു, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്, പക്ഷേങ്കിൽ അവിടെ സ്റ്റോക്കില്ല. അത് സ്റ്റോക്ക് വന്നെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, കമ്പനിക്ക് ബെനിഫിറ്റ് എന്ന രീതിയിൽ. ഈ മകളുടെ മാത്രം ബെനിഫിറ്റ് നോക്കാതെ കമ്പനിയുടെ, അതായത് വർക്ക് ചെയ്യുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള വിശ്വസ്തയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനുള്ളിൽ സ്റ്റോക്ക് വരികയും നല്ല സെയിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ സർജറിയിലുടനീളം ഈ മകൾ പറഞ്ഞത്, പലരും പല രീതിയിൽ സഹായങ്ങൾ അയച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് സഹായങ്ങൾ 4 ചുറ്റിൽ നിന്നും വന്നത്. അവിടെയും അമ്മയുടെ ഒരു വലിയ ക്രമീകരണവും അനുഗ്രഹവും സാന്നിധ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഇടപെടലിൽ കൂടിയാണ് പലരും സഹായത്തിനായിട്ട് ഈ കുടുംബത്തെ കോണ്ടാക്ട് ചെയ്തത്. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനവും ഇവർ തന്നെയല്ല, കൂട്ടുകാരിയും മറ്റു കൂട്ടുകാരൊക്കെ ചേർന്ന് നിന്ന് ഉടമ്പടി മക്കളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അവർ ഒന്നിച്ച് ചേർന്നതെന്നാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ പരം കൂടെ ചേർന്ന് നിന്ന് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. ഈ സഹോദരിമാർ പല സ്ഥലങ്ങളിൽ പോയി, സ്നേഹഭവനത്തിലൊക്കെ പോയി അവരെ ശുശ്രൂഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിങ്കളാഴ്ച ഒരു ദിവസം അവധിയുള്ളൂ. പലപ്പോഴും നമ്മൾ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയാണ്. പക്ഷെങ്കിൽ ഈ മക്കൾ അവിടെ ചെന്ന് അവരെ കുളിപ്പിക്കുകയും അവരെ സ്നേഹത്തോടെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതും അത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്തിൽ എല്ലാം മറന്ന്, സ്വന്തം സുഖസൗകര്യങ്ങളും മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരോട് കരുണയോടെ അവരുടെ പാത്രം കഴുകി കൊടുക്കുവാനും അവർക്ക് ചോറ് വാരി കൊടുക്കുവാനും ഒക്കെ ഉള്ള ആ സ്നേഹം, അക്രൈസ്തവ മക്കളായ ഈ മക്കൾ ഒന്നിച്ച് ചേർന്ന് നിന്ന് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഈശോയും അമ്മയും കൂടെ നിൽക്കാതിരിക്കുമോ? പുറപ്പാടിൻ്റെ പുസ്തകം 15:26 പറയുന്നത് പോലെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നാണ്. ഈ മക്കളുടെ ജീവിതത്തിലും സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും പരിപാലനയുമാണ് ഈ മക്കൾ അനുഭവിച്ചറിഞ്ഞത്. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, ദൈവം തന്നെയാണ്, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്.
തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നാണ് വചനം യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ പറഞ്ഞത്. അതുതന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതത്തിലും അവരെ കരങ്ങളിൽ വഹിക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തത് ഉടമ്പടിയിലൂടെയാണ്. ഈശോയും അമ്മയും കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ കരുണയും സ്നേഹവും അനുഭവിക്കാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും മമതയുടെ കുടുംബത്തിന്, അമൃതയ്ക്ക് നൽകിയ ഈ രോഗസൗഖ്യത്തിന്, വിവാഹത്തിനും, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളിലും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കുള്ള പ്രശ്നങ്ങളിലുള്ള പരിഹാരത്തിനുമെല്ലാം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.